Today is the day where we mark a benchmark in Indian motorsports. സന്തോഷത്തിൻ്റെ അതിരുകൾ കടന്നിട്ടുള്ളൊരു ദിവസം. സത്യത്തിൽ എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് the only one thing that if you work really hard നിങ്ങൾക്ക് എന്തും സാധിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത് ഞാനിപ്പോൾ എൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിളാണ് പറയുന്നത്. വേർ ഐ ആം റൈറ്റ് നൗ ഹിയർ ഈസ് EMS കോർപ്പറേഷൻ സ്റ്റേഡിയം. നാല് മണി ആകുമ്പോഴേക്കത്തെ പീപ്പിൾ സ്റ്റാർട്ടഡ് കമ്മിങ്. ആളുകൾ ഇങ്ങനെ ഓരോരോ ഗാലറിയിലേക്ക് ഇങ്ങനെ ശരിക്കും ഉറുമ്പ് ഇങ്ങനെ കൂട് വെക്കുന്ന പോലെ ഇങ്ങനെ കൂടി 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 ദാറ്റ് മൊമെന്റ് ഇതിങ്ങനെ ഒരു ഫീല് നമുക്ക് തരാനുണ്ട്. അതിങ്ങനെ കയറി 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 സത്യത്തിൽ when you look at the gallery ആ ഒരു നോക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീലാണ് ഇനി അടുത്ത കുറച്ച് മാസത്തേക്കുള്ള ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്. ഇത്ര മാസത്തെ കഠിനമായിട്ടുള്ള നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമുക്ക് ഉണ്ടാവുന്ന ഒരു അഡ്രിനാലിൻ പീക്ക് എന്ന് പറയുന്നത്. റൈഡേഴ്സിന്റെ പിറ്റിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അവരെ റേസിലേക്കുള്ള പ്രിപ്പറേഷൻ ആണ്. പക്ഷെ നമ്മൾ ഗാലറിയിലേക്ക് നോക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്താ ഇവിടെ നടക്കാൻ പോണത്? കുറെ ആളുകൾക്ക് എന്താണെന്ന് കറക്റ്റ് അറിയുന്നില്ല. എന്തായാലും വീട്ടിൽ എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോട്ടെ, ആരെന്നറിയില്ല. ചില ആളുകൾക്ക് സൽമാൻ ഖാൻ വരുന്നുണ്ട്, യെസ് അങ്ങനെ വരുന്നുണ്ട്. ചില ആളുകൾ റേസ് നടക്കുന്നുണ്ട്, ഫോറിനേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ളവർ പല തരത്തിലുള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ. എന്ത് തന്നെ ആയാലും എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കാൻ എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ സെറ്റപ്പുകളെ കണ്ടപ്പോൾ എന്തോ കാര്യമായിട്ട് നടക്കാനുണ്ടെന്നുള്ളത് മനസ്സിലായി. ആൻഡ് ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്ക് ഇവിടുത്തെ ഓരോരോ ആക്ടിവിറ്റികൾ നമ്മളെ ഫാൻ പാർക്കിൽ ചെയ്തു തുടങ്ങി. റെഡ് ബുളിൻ്റെ ഗെയിമുകൾ ഒരു സ്ഥലത്ത്, പിന്നെ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഭംഗിയുള്ള ഒരു സ്പോട്ടായി നമ്മളെ ഫ്രൈസ് മോട്ടോർ ഫാൻ പാർക്ക്. അവിടെ അങ്ങനെ എല്ലാവരും മീറ്റപ്പ് കാര്യങ്ങൾ, ഫോട്ടോസ് എടുക്കുന്നു, അങ്ങനത്തെ കുറേ പരിപാടികൾ. അപ്പോഴേക്ക് 6 മണിക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായത് നമ്മൾ ഓപ്പണിംഗ് സെറമണിയാണ്. ഓപ്പണിംഗ് സെറമണിയിലേക്ക് മിനിസ്റ്റർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗിന്റെ ബിഗ് എക്സ്പീരിയൻസ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അനുഭവമാണ്. മുമ്പ് ഇല്ലാത്ത നിലയാണ്. ജനങ്ങൾ ഇത് വലിയ നിലയിൽ ആസ്വദിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് അത്ഭുതത്തോടെ അങ്ങനെ റിയാസ് എന്നോട് ചോദിക്കണം, മുർഷി എന്താണിത്, ഇതെന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? കാരണം അപ്പോൾ ആ സമയത്തൊന്നും റൈഡേഴ്സ് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, വലിയ റേസിംഗ് ട്രാക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ റിയാസ് ഖൈനെ ഞാൻ പറഞ്ഞു, റിയാസ് നിങ്ങൾ താഴേക്ക് വരണം, നമുക്ക് താഴെ ഒന്ന് പോയിട്ട് എല്ലാവരും ഒന്ന് കാണാം, ഞാൻ എന്താണെന്നൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ റിയാസ് ഖാൻ നേരെ താഴേക്ക് വന്നു. റിയാസ് ഖാൻ എല്ലാ ആളുകളെയും റൈഡേഴ്സിനൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തി. അവരെല്ലാവരും ലൈനപ്പിൽ റൈഡേഴ്സിൻ്റെ ഒരു സ്റ്റാർട്ട്, അതായത് റൈഡേഴ്സിൻ്റെ ഒരു ലൈനപ്പിൻ്റെ ഒരു ടൈം ഉണ്ടായിരുന്നു. റൈഡേഴ്സിൻ്റെ ഒരു വെൽക്കമിങ് ചെയ്യണം ഇൻട്രോ ആയിട്ട്. അപ്പോൾ റൈഡേഴ്സിനൊന്ന് മീറ്റ് ചെയ്ത് റിയാസ് ഖാൻ അതിന് ശേഷം നേരെ FMX ഷോയിലേക്കാണ് പോയത്. അത്രയും ഹൈറ്റിലൊരു മോട്ടോക്രോസ് ഇങ്ങനെ ചാടിക്കുക എന്നുള്ളത് നമ്മൾ TV യിലൊക്കെ അല്ലേ കാണുള്ളൂ. അപ്പോൾ ആ ഒരു ഫീൽ ഈസ് ആക്ച്വലി എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ ആ ഒരു ആൾക്കാർക്ക് ആ ഒരു അഡ്രിനാലിൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതൊരു ലേസർ ഷോ നമ്മൾ ചെയ്തു, ബ്യൂട്ടിഫുൾ ഒരു ലേസർ ഷോ. ശരിക്കും പറഞ്ഞാൽ നമ്മളതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അപ്പാർട്ട് ഫ്രം റേസിങ് അങ്ങനെയുള്ളത് ഒരു ഫെസ്റ്റിവൽ മൂഡ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം സത്യത്തിൽ അപ്പോഴപോലെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. എന്നോട് തന്നെ ഗാലറിയിൽ പലരും ചോദിച്ചത് എന്താണ് കാണിക്കുന്നത്, കാരണം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിപ്പോയത്. അങ്ങനെ അപ്പോഴേക്ക് നമ്മൾ രാത്രിയായി ഇങ്ങനെ ഇരുട്ടങ്ങനായി വരികയാണ്. അത് ഡാർക്ക്നെസ്സിലേക്ക് പോകുമ്പോൾ ആ ലേസർ ഷോ ഇസ് ആക്ച്വലി വെരി ഗുഡ്. അങ്ങനെ റേസ് സ്റ്റാർട്ട് ചെയ്തതോട് കൂടിയിട്ട് the crowd has gone into the next level. As I said, adrenaline level പീക്കിലേക്കാണ് പിന്നെ പോയിട്ടുള്ളത്.
അങ്ങനെ ഒരു സ്ഥലത്ത് സത്യത്തിൽ റേസ് നടക്കുന്ന ഈ റേസിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളെല്ലാവരും കണ്ട പോലെ എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ റേസ്. എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ സത്യത്തിൽ എനിക്ക് പലപ്പോഴും ഞാൻ റേസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ വിചാരിക്കാറുണ്ട് എനിക്കൊരു റേസിന് ഇങ്ങനെ മുകളിൽ കയറിയിരുന്ന് കാണുന്നത്, അതായത് ഗാലറിയിൽ. അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ്ലി വോട്ടെവർ റേസ് ഞാനിപ്പോഴും ഇങ്ങനെ ഓടിച്ചാടിയിട്ട് കുറച്ചൊക്കെ ഭാഗം കണ്ട് ബിക്കോസ് നമുക്ക് അത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അങ്ങനെ നേരെ പല കാര്യങ്ങളുമായിട്ട് ഞാൻ നമ്മൾ ഓർഗനൈസിങ് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടന്നു. റേസ് ഇവിടെ ഭംഗിയായി നടക്കുന്നുണ്ട്, കുറച്ച് റേസുകൾ കാണുന്നുണ്ട്. പിന്നെ നമ്മളെ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ വന്നു. ആൻഡ് ദാറ്റ് ഈസ് ദ ടൈം വേർ യുനോ എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സൽമാൻ ഖാനെ നമ്മൾ വെൽക്കം ചെയ്ത് നേരെ ഈ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. വണ്ടർഫുൾ മൂവ്മെൻ്റ് ആണത്. കാരണം ഇവിടെ കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എല്ലാവരോടും ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് സൽമാൻ ഖാൻ്റെ ഒരു എൻട്രിയാണ് നമ്മളെ കോഴിക്കോട്. അതൊക്കെ സത്യത്തിൽ ദ ഡ്രീം കം ട്രൂ മൂവ്മെൻ്റ് ആണ് അല്ലേ? നമ്മളിങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്ത് നമ്മൾ പറയാനിരുന്നു ഇത്രയും കാലം സൽമാൻ ഖാൻ വരുമോ എന്ന് ഇങ്ങനെ ജനങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ വളരെ അടുത്ത ആളുകൾ ചോദിക്കും ശരിക്കും സൽമാൻ ഖാൻ വരുമോ? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒരു പേടിയാണെങ്കിൽ സൽമാൻ ഖാൻ വരില്ലേ? ഇനിയിപ്പം വരേണ്ട ആൾ പോലും എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നാൽ പോലും വരാതിരിക്കാലോ. അങ്ങനെ പോലും ആവാൻ പാടില്ലാത്തൊരു സാഹചര്യം സത്യത്തിൽ ഇന്നത്തെ ഈ റേസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവമേ എന്ത് ഇതായാലും ആൾക്ക് ഹെൽത്തിനോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും പേഴ്സണൽ എമർജൻസി ഒന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിവേ അങ്ങനെ ദാറ്റ് ഖാൻ കെയിം അവർ എൻ്റർ ചെയ്ത് ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്ത് ഫ്ലാഷ് ലൈറ്റൊക്കെ എല്ലാവരും കൂടെ അങ്ങനെ കത്തിച്ചിട്ടുണ്ട്. വെൽക്കം കൂടെ ചെയ്ത് ആളിങ്ങനെ സൂപ്പർ ഹീറോ നടന്നു തരുന്നൊരു ഓറ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നെക്സ്റ്റ് ലെവൽ ഗൈസ്. അത് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു റേസ് മുഴുവനായിട്ടിരുന്ന് നമ്മൾ സ്റ്റേജിലിരുന്നിട്ട് ആൾ വാച്ച് ചെയ്ത് അതിന് ശേഷമാണ് പിന്നെ എല്ലാവരോടും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ആളുകൾ ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം വെയ്വൊക്കെ ചെയ്ത് നേരെ ലോഞ്ചിലേക്ക് പോയിരുന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് ബാക്കി റേസൊക്കെ കണ്ടത്. ആ റേസുകളൊക്കെ ഗംഭീര റേസായിരുന്നു. അപ്പോഴേക്ക് ഞാൻ ലോഞ്ചിൽ പോയിട്ട് ആളൊന്ന് മീറ്റ് ചെയ്ത്, അതല്ലാതെ കാരവണിൽ പോയിട്ട് വന്ന ഉടനെ തന്നെ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചു. മിനിസ്റ്ററും ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ ടൂറിസത്തിനെ കുറിച്ചും ഇനി എന്തെങ്കിലും കേരള ടൂറിസ്റ്റ് അസോസിയേറ്റ് ചെയ്യാനുള്ള കുറച്ച് നല്ല ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എത്രമാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നോക്കണം. എന്തായാലും ഒരു വണ്ടർഫുൾ ടൈം ഉണ്ടായി. ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീല് സംതിങ് വെരി ഡിഫറെൻറ്റ്. കാരവണിൽ ഒരു 20 മിനിറ്റോളം ഞാനും മിനിസ്റ്ററും സൽമാൻ ഖാനും ഒക്കെ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് ഇവിടുത്തെ ക്രൗഡ് കണ്ടിട്ട് സത്യത്തിൽ ഇത് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ദിസ് ഈസ് ദ ലവ് ടുവേർഡ്സ് മോട്ടോർ സ്പോർട്സ്. ദിസ് ഈസ് വാട്ട് കേരള ഈസ് നോട്ട് ഓൺലി ദ ഗോഡ്സ് ഓൺ കൺട്രി. കേരള പീപ്പിൾ ലൈക്ക് മോട്ടോർ സ്പോർട്സ്, ഓട്ടോമോട്ടീവ്, വണ്ടി പ്രാന്തന്മാരാണെന്നൊക്കെ പറഞ്ഞ് സത്യത്തിൽ. ആൻഡ് അവിടെ നിന്നും ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്ത് ആൻഡ് ദെൻ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയമായി. നമ്മൾ റേസുകൾ 6 കാറ്റഗറി കഴിഞ്ഞു. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ബിഗ് റോക്ക് മോട്ടോർ സ്പോർട്സ് ആണ് ഈ ചാമ്പ്യൻ ആയിട്ടുള്ളത്. അവരുടെ പെർഫോമൻസുകൾ സ്റ്റേജിൽ ഗംഭീര ഒരു ഫീലായി എല്ലാവർക്കും കൂടെ. അങ്ങനെ ബിഗ് റോക്കിനുള്ള ചാമ്പ്യൻഷിപ്പും കൂടെ കൊടുത്ത് സ്റ്റേജിൽ നിന്ന് എല്ലാ റൈഡേഴ്സിനൊക്കെ മീറ്റ് ചെയ്തതിന് ശേഷം രാജാവ് ഇങ്ങനെ ഇറങ്ങിപ്പോണ് നേരെ പോയി അവിടുന്ന് നേരെ എയർപോർട്ടിലേക്കാണ് പോയത്. ഇവിടെ പിന്നെ ആഘോഷങ്ങളായി. ജയിച്ച ടീമുകൾ പല റൈഡേഴ്സ് അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളിലേക്ക് പോയി. ആൻഡ് നെക്സ്റ്റ് ലെവൽ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. ഫോൺ കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അഭാവങ്ങളൊക്കെ ഉണ്ടാവുക. റേസാണ്, നമുക്കറിയാം, ഇവൻ്റാണ്. നമ്മളൊന്നും ഇവൻ്റ് ഓർഗനൈസിങ് അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് പഠിച്ച് വന്നൊന്നുമല്ല. വി ലേൺ ഫ്രം അവർ മിസ്റ്റേക്ക്. അപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടായേക്കാം, അത് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. ഇഫ് എനിത്തിങ് വെൻറ്റ് റോങ് ഇൻ ദിസ് ഇവൻറ്റ് ഡെഫിനറ്റ്ലി അത് ശരിയാക്കണം. അതിനൊക്കെ നമ്മൾ വീണ്ടും ഇരിക്കും, നമ്മൾ ടീം ഇരിക്കും. ആ തെറ്റുകളൊക്കെ നമ്മൾ ശരിയാക്കണം. ശരിയാക്കിയിട്ട് ഇതിലും വലിയ ഇവൻറ്റുകൾ നമുക്ക് നടത്താൻ സാധിക്കണം. ചെറിയ ഇവൻറ്റുകൾ മുളയും പട്ടികയൊക്കെ എടുത്ത് ചെറിയ റിബണൊക്കെ കെട്ടി റേസ് ട്രാക്ക് ഉണ്ടാക്കി നമ്മൾ തന്നെ മണ്ണിൽ ഇങ്ങനെ കോരിയിട്ട് നമ്മൾ തന്നെ മൈക്കിൽ അനൗൺസ് ചെയ്ത് നമ്മൾ തന്നെ പട്ടിക വെച്ച് സ്റ്റേജൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആദ്യത്തിലൊക്കെ റേസ് നടത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ 19 വർഷത്തിൽ സ്വന്തമായിട്ട് മീഡിയ ടീം, നമുക്ക് സ്വന്തമായിട്ട് പിന്നെ റേസ് ഇടാൻ ആളുകൾ, അമേരിക്കയിൽ നിന്ന് ആളുകൾ കൊണ്ടുവരണം. അപ്പോൾ ഈ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും വരെ നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ജേണിയിൽ അതിനനുസരിച്ച് ഒരു ഗ്രോത്ത് ഉണ്ടാവും ഇഫ് യു ആർ വർക്കിംഗ് റിയലി ഹാർഡ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫെയിലറായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച് അതൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ തന്നെയാണ് ഇനിയുള്ളത്. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് കോഴിക്കോട്, താങ്ക് യു സോ മച്ച് കേരള for making this Indian Supercross Racing League
one of the biggest and a historic event ever in India has seen. So see you all with a new video. Thank you so much. Thank you so much. Love you. Adrenaline is spreading everywhere in Calicut. Bikes are gonna fly high and we are ready to flirt with dirt. Always walking around, ain't got a clue how to claim a virtue. Can I see your hands in the air over here? You've been addicted to the chase. American play, taking pride in the fruit. American play, clinging to faded youth. Now what you gonna do? What you gonna? I don't see it like I used to see it. Babe, sex on fire, 'cause I want to be king. Something now I see. We are going to make history in Indian motorsports. As I said, ഇന്ന് അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സിൽ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. Womanize through a woman's eyes, fully canonized, dirty mind, try to sanitize, try to purify, worthy. Should've had it down by now. Always walking around, ain't got a clue how to claim a virtue. Crazy motorsport fans, and they were there till the end. They didn't even leave their seats till the last round. So hats off to all of you.